കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്ത് തല ഉരുട്ടണോ? ഉരുട്ടിയാൽ തല റൗണ്ട് ആകുമോ? എപ്പോഴാണ് കുളിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് സുരക്ഷിതമായി കുളിപ്പിക്കേണ്ടത് എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ക്ഷേമ. വീഡിയോ മുഴുവനായി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 7 ദിവസം പൊക്കിൾ കൊടി കൊഴിയുന്നത് വരെ കുഞ്ഞിനെ മൈൽഡ് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് ഒപ്പിയെടുക്കാൻ മാത്രമേ മതിയാവുകയുള്ളൂ. മുഖം, കഴുത്ത്, കയ്യ്, കാലൊക്കെ ശ്രദ്ധയോടെ സ്പോഞ്ച് ബാത്ത് ചെയ്ത് വൃത്തിയായി എടുക്കുക. ഇനി കുഞ്ഞിനെ കുളിപ്പിച്ചു തുടങ്ങുന്ന സമയത്ത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് മൈൽഡായ ടെഡി ബാർ, ബോഡി വാഷ് ഇവയൊക്കെ മാത്രം യൂസ് ചെയ്ത് കുളിപ്പിക്കാം. ഈ സമയത്ത് കുഞ്ഞിന്റെ തല എന്നത് വളരെ ഡെലിക്കേറ്റ് ആയ ഒരു ഭാഗമാണ്. തലയുടെ എല്ലുകൾ വളരെ സോഫ്റ്റുമാണ്. ജനിക്കുന്ന സമയത്ത് ഉച്ചി, പതപ്പ് ഇതിനെ ഫോണ്ടനെല്ലേസ് എന്നാണ് പറയുന്നത്. എല്ലുകൾ ഫ്യൂസ് ആകുന്നതിന് മുമ്പ് കാണുന്ന സ്പേസ് ആണ് ഇത്. അതിനാൽ തന്നെ കുഞ്ഞിന്റെ തല കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആകണമെന്നില്ല. കുഞ്ഞിന്റെ തല പിടിച്ച് ഉഴിയുന്ന സമയത്ത് കുഞ്ഞിന്റെ ഫോണ്ടനെല്ലേസിൽ ഓവറായിട്ട് സ്ട്രെയിൻ വരാനുള്ള സാധ്യത കൂടുന്നു. കഴുത്തിന്റെ മസിലുകൾക്കും സ്ട്രെയിൻ ഉണ്ടാവും. സ്പൈനൽ ഇഞ്ചറി, ബ്രെയിൻ ഇഞ്ചറി ഇവയ്ക്കൊക്കെ സാധ്യതയും കൂടുന്നു. കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള പൊസിഷൻ, ജനിക്കുമ്പോൾ ബർത്ത് കനാൽ വഴി വരുമ്പോൾ ഉള്ള പ്രഷർ ഒക്കെ കുഞ്ഞിന്റെ തലയുടെ ഷേപ്പിനെ വ്യത്യാസപ്പെടുത്തുന്നു. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ബ്രീച്ച് പൊസിഷനിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ തല മോൾഡായി വരാൻ സാധ്യത കുറവാണ്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളിൽ തലയുടെ ഷേപ്പ് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ വാക്വം ഡെലിവറി നടത്തിയ കുഞ്ഞുങ്ങളിലും തല കുറച്ച് നീണ്ടതായി കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിനു വേണ്ടി തലയുരുട്ടുന്നത് വ്യത്യാസമൊന്നും വരാനുള്ള സാധ്യത ഉണ്ടാക്കുകയില്ല. തലയും കഴുത്തും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിനെ കുളിപ്പിക്കുക മാത്രം മതിയാകും. എന്നാൽ കുഞ്ഞ് ന്യൂബോൺ സ്റ്റേജിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഒരു സൈഡിലേക്ക് മാത്രം തല ചെരിച്ചു വെച്ച് ഉറങ്ങുക എന്നുള്ളത്. ഈ സമയത്ത് ഉണ്ടാകുന്ന ഒന്നാണ് ഫ്ലാറ്റ് ഹെഡ് എന്നത്. ഇത് കുഞ്ഞ് ഒരു സൈഡിലേക്ക് മാത്രം തലചെരിച്ച് വെക്കുന്നത് കൊണ്ട് തലയുടെ ഷേപ്പ് വ്യത്യാസപ്പെടാനും ഒരു സൈഡിലേക്ക് മാത്രം പ്രഷർ കോൺസെൻട്രേറ്റ് ചെയ്ത് തല ഫ്ലാറ്റ് ആയിട്ട് മാറാനുമുള്ള കണ്ടീഷനാണ്. ഫ്ലാറ്റ് ഹെഡ് എന്നത് കുഞ്ഞിന്റെ തല ഒരു സൈഡ് മാത്രം ചെരിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ടമ്മി ടൈം കൊടുക്കുക, മസ്റ്റാർഡ് പില്ലോസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കുഞ്ഞിന്റെ തല എപ്പോഴും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ചേച്ച് വെക്കുക ഒക്കെ ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ടും നിങ്ങൾക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഷേപ്പാണ് കുഞ്ഞിന് തോന്നുന്നതെങ്കിൽ ഹെൽമെറ്റ് തെറാപ്പി, അതായത് ഡോക്ടറെ കണ്ടതിന് ശേഷം സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ ഹെൽമെറ്റ് പോലെ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് കുഞ്ഞിന്റെ തലയിൽ വെച്ച് ചെറിയ സ്ഥലത്തേക്ക് ബോൺ ഡെവലപ്മെന്റിനെ മോൾഡ് ചെയ്ത് എടുക്കുന്നു. ഇതിന്റെ ഐഡിയൽ പ്രായം 4 മുതൽ 8 മാസം വരെയൊക്കെയാണ്. ചെറിയ ഫ്ലാറ്റനിങ് ഒക്കെ ആണെങ്കിൽ ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. എന്നാൽ വലിയ ഫ്ലാറ്റനിങ് ഒക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ കുഞ്ഞിന്റെ തലയിലെ ഉച്ചിയിലെ സ്പോട്ട് ബൾജ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. പതപ്പ് താഴ്ന്നിരിക്കുകയാണോ, അബ്നോർമലായ ഹെഡ് ഷേപ്പ്, കൂടുതലായിട്ട് തലയുടെ വലിപ്പം തോന്നുക, ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ നേരത്തെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ ഇതിനു പകരം തല ഉഴുങ്ങിയിട്ടോ ഉരുട്ടിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ ഡോക്ടറെ കാണേണ്ട കണ്ടീഷനും മതിയായ ചികിത്സ എടുക്കേണ്ട കണ്ടീഷനുമാണ്. സമയത്ത് തന്നെ കുഞ്ഞിന് ആവശ്യമായ ചികിത്സ നൽകാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. കുളിപ്പിക്കുന്ന സമയത്ത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കുഞ്ഞിനെ കഴുകിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓവറായിട്ടുള്ള മസാജ്, തല ഉഴിയൽ, പിടിക്കൽ ഇവയുടെയൊന്നും ആവശ്യമില്ല. ഇവ കൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവുകയുമില്ല. ഇതിനു വേണ്ടി തല ഉരുട്ടൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തലയും കഴുത്തും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്താണ് കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്. കുഞ്ഞിനെ ഒരു സൈഡ് മാത്രം കിടത്തി ശീലിപ്പിക്കുമ്പോഴും ഫ്ലാറ്റ് ഹെഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയത്തും തല ഉരുട്ടുന്നതുകൊണ്ട് കാര്യമില്ല. കുഞ്ഞിന് ടമ്മി ടൈം കൊടുക്കുക, മറ്റ് സൈഡിലേക്ക് തല ചെരിച്ച് വെക്കുക, ബേബി മസ്റ്റാർഡ് പില്ലോസ് ഒക്കെ യൂസ് ചെയ്ത് ഒരു സൈഡിലേക്ക് പ്രഷർ ഉണ്ടാക്കിയെടുക്കുക. ഇവയൊക്കെ മാത്രമാണ് തല ഷേപ്പ് ആക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഈ സമയത്തും തല ഉരുട്ടൽ കൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. കുഞ്ഞിന്റെ തല ഉരുട്ടുക, മൂക്ക് വലിക്കുക, ബ്രസ്റ്റ് പിഴിയുക ഒക്കെ പരമ്പരാഗതമായി അമ്മമാർ ഫോളോ ചെയ്തു വരുന്നതാണ്. എന്നാൽ ഇവ കൊണ്ട് കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കൂടുതലും. മൂക്ക് വലിക്കുക വഴി മൂക്ക് നീളാനും പോകുന്നില്ല. ബ്രസ്റ്റിൽ പാല് കെട്ടിക്കിടക്കുന്നതല്ല, മറിച്ച് അത് പിഴിയുക വഴി വേദനയും ഇൻഫെക്ഷനും വരാനിടയുണ്ട്. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ അവന്റെ ശരീരഘടന നിശ്ചയിച്ചിരിക്കുന്നു. ഇതിനായി പ്രത്യേകിച്ച് മൂക്ക് വലിക്കുകയോ ഉഴിയുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇന്നത്തെ വീഡിയോയിൽ അമ്മമാർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ ദൂരീകരിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്